അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വൽ ഫുൽകില്ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉന്നാസ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായതെല്ലാം വഹിച്ചുകൊണ്ട് ബഹറിൽ സഞ്ചരിക്കുന്ന ഫുൽക്കിലും കപ്പലിലും ദൃഷ്ടാന്തങ്ങൾ പലതുണ്ട്, മഹനീയമായവയുണ്ട് എന്നുള്ളതാണ്. എന്താണ് ആ ദൃഷ്ടാന്തങ്ങൾ? പല കാര്യങ്ങളും പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. കപ്പലുകൾ ആഴിയിലും ആറ്റിലും പല വലിപ്പത്തിൽ പല കോലത്തിൽ നമ്മൾ കാണുന്നു, പല പ്രകൃതിയിൽ നമ്മൾ കാണുന്നു. അതിൽ ആളുകളെ വഹിക്കുന്നവ, ചരക്കുകളെ വഹിക്കുന്നവ, സമുദ്രത്തിനുപരിയിൽ ജലത്തിനുപരിയിൽ സഞ്ചരിക്കുന്നവ, ആഴിയിൽ ആഴക്കടലിൽ മുങ്ങിക്കപ്പലുകൾ, നാവിക പടയെ നയിക്കുന്ന കപ്പലുകൾ, ആവിക്കപ്പലുകൾ, വലിപ്പത്തിൽ പലതരത്തിൽ ഇങ്ങനെ ഒക്കെ കപ്പലുകൾ. ഈ രൂപങ്ങളും പ്രത്യേകതകളും തന്നെ വലിയ ദൃഷ്ടാന്തങ്ങളാണ്. പിന്നെ ഏതേത് കാലത്തെ ചരിത്രം നമ്മൾ വായിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ആളുകളെ വഹിക്കുന്നത്, ചരക്കുകൾ പേറുന്നത്, സാധന സാമഗ്രികൾ ഭൂഖണ്ഡങ്ങളെ താണ്ടി എത്തിക്കുന്നത് കപ്പലുകളാണ്. ഇതര വാഹനങ്ങളെ അപേക്ഷിച്ച് കപ്പലുകൾ പുരാണകാലം മുതൽ ഇന്നോളം ഈ വിഷയങ്ങളിൽ മഹാത്ഭുതമാണ്. ചെറിയ ഒരു ദ്രവ്യം വെള്ളത്തിലിട്ടാൽ അത് താണു പോവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രകൃതി. എന്നാൽ കോടാന കോടി ഭാരങ്ങൾ പേറി ജലോപരിയിലും സമുദ്രാഴിയിലും താഴാതെ മുങ്ങാതെ കപ്പലുകൾ സഞ്ചരിച്ചു മുന്നേറുന്നു. ലോകർക്ക് ഫലപ്രദമായ സാധനങ്ങൾ, ചരക്കുകൾ ധ്രുവങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിൽ നിന്ന് മറ്റു ഭൂഖണ്ഡങ്ങളിലേക്ക്, നാടുകളിലേക്ക് ഈ കപ്പലുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഭാരങ്ങൾ വഹിച്ചുകൊണ്ടുള്ളതായ കപ്പലുകളുടെ ഈ സഞ്ചാരം അതെക്കാലഘട്ടത്തിലും, ലോകം എത്രയോ പുരോഗതി കൈവരിച്ച ഈ കാലഘട്ടത്തിൽ വരെ വലിയ ഭാരങ്ങൾ വഹിച്ച്, അത് സൈന്യങ്ങളാകട്ടെ, കയറ്റുമതി ഇറക്കുമതി ചരക്കുകളാകട്ടെ, യുദ്ധോപകരണങ്ങളും യുദ്ധവാഹനങ്ങളുമൊക്കെ ആകട്ടെ, എല്ലാം വഹിച്ചു മുന്നേറുന്നത് കപ്പലുകളാണ്.